സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിഫൈൻ ചെയ്ത അതേപോലെ തന്നെയാണ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈനും ഡിഫൈൻ ചെയ്യുന്നത്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാൻജൻറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ലൈനിനെയാണ് ടാൻജൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ്. സിംപ്ലിഫൈ ചെയ്യുക. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈൻ. നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഇതേപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ്. ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 അറ്റ് ദ പോയിൻറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു -1. ഇൻഡിക്കേറ്റ് യുവർ റിസൾട്ട് ഓൺ എ സ്കെച്ച്. അപ്പോൾ ഇവിടെ എക്സ് നോട്ട് -1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് -1 പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് -1 സ്ക്വയർ പ്ലസ് 1 ബൈ ഡെൽറ്റ എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് -1 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് -1 പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 1. അതേപോലെ എഫ് ഓഫ് -1 എന്ന് പറയുന്നത് -1 സ്ക്വയർ പ്ലസ് 1. അല്ല, ഫസ്റ്റ് ബ്രാക്കറ്റിൽ ഒരു 2 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 2 ഡെൽറ്റ എക്സ് പ്ലസ് 1 2 വരും. ആ 2ഉം സെക്കൻഡ് ബ്രാക്കറ്റിൽ 2ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് -2 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ -2 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈൻ എം ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒറിജിൻ വേർട്ടെക്സ് വരുന്ന ഒരു പരാബോളയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ അതിന് ഇതും പരാബോളയെ റെപ്രസെൻറ്റ് ചെയ്യും, പക്ഷേ വേർട്ടെക്സ് 0 1 ആണെന്ന് മാത്രം. അപ്പോൾ ആ ഒരു പരാബോള ആദ്യം വരയ്ക്കുക. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു -1ലുള്ള ടാൻജൻറ്റ് ലൈനാണ്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു -1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് -1 സ്ക്വയർ പ്ലസ് 1 ആണ് വൈയുടെ വാല്യൂ, ദറ്റ് ഇസ് 2. അപ്പം -1 2ൽ കൂടെ പാസ് ചെയ്യുന്ന ഗ്രാഫിൽ -1 2ൽ കൂടെ പാസ് ചെയ്യുന്ന ടാൻജൻറ്റ് ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സ്ലോപ്പ് -2 ആണ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. -1 2ൽ കൂടെ പാസ് ചെയ്യുന്നതും സ്ലോപ്പ് -2 ആയിട്ടുള്ള ടാൻജൻറ്റ് ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ, സ്ലോപ്പും പാസ് ചെയ്യുന്ന പോയിൻറ്റും അറിയാമെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു mx പ്ലസ് c ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y എന്ന് പറയുന്നത് 2 ആണ്. 2 ഈക്വൽ ടു -2 ഇൻറ്റു -1 പ്ലസ് c എന്ന് കിട്ടും. 2 ഈക്വൽ ടു 2 പ്ലസ് c ഓർ c ഈക്വൽ ടു 0. c 0 ആണ്. അപ്പോൾ y ഈക്വൽ ടു -2x പ്ലസ് c 0 ആയതുകൊണ്ട് y ഈക്വൽ ടു -2x എന്ന് വരും. അപ്പോൾ y ഈക്വൽ ടു -2x എന്ന് പറയുന്നത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നതും -1 2ൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ അത് പരാബോളയിൽ -1 2 എന്ന് പറയുന്ന സിംഗിൾ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന പോലെ വരയ്ക്കുക. അതാണ് ടാൻജൻറ്റ് ലൈൻ. അപ്പോൾ എത്രയാണ് വരയ്ക്കേണ്ടത്? അപ്പോൾ ആദ്യം സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ ടാൻജൻറ്റ് ലൈനിൻ്റെ ഗ്രാഫും കൂടെ ചെയ്യും. അടുത്തത് ഡെറിവേറ്റീവാണ്. ഡെറിവേറ്റീവും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈനും ഡിഫൈൻ ചെയ്ത് അതേപോലെ തന്നെയാണ് ഡെറിവേറ്റീവും ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് നോട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ സ്ലോപ്പും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എഫ് ഡാഷ് എക്സ് നോട്ട്, അല്ലെങ്കിൽ എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിൻറ്റ് എക്സ് നോട്ട്. ഈ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എഫ് എക്സ് ഈക്വൽ ടു എം എക്സ് പ്ലസ് 2 അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 10 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ എം കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഓൾറെഡി അറിയാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എം ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്താലും അത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് എഫ് ഓഫ് 10 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 10 ബൈ ഡെൽറ്റ എക്സ് എന്നാണ് വരിക. ഫംഗ്ഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എഫ് ഓഫ് 10 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു 10 പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 2 മൈനസ് എം ഇൻറ്റു 10 പ്ലസ് 2 ദാറ്റ് ഇസ് എഫ് ഓഫ് 10 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. എം ഇൻറ്റു 10 മൈനസ് എം ഇൻറ്റു 10 ക്യാൻസൽ ചെയ്ത് പോകും. അതേപോലെ 2m മൈനസ് 2ഉം മൈനസ് 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് എം ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എം ആണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഡെൽറ്റ എക്സ് വരുന്ന ടേം ഇല്ല. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് എം എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എം തന്നെയാണ്. നമുക്ക് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തപ്പോഴും കിട്ടി. ഹെൻസ് എഫ് ഡാഷ് 10 ഇസ് ഈക്വൽ ടു എം. അപ്പം നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈനും ഡെറിവേറ്റീവും കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാം ഒരേപോലെ തന്നെയാണ്. ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂളാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി where a, b, c are constant and let x naught be any real number, then f dash x naught equal to 2a x naught plus b. അപ്പോൾ ഇവിടെ എഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അതിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിൻറ്റ് എക്സ് നോട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ലീനിയർ ഫംഗ്ഷനാണ്. 2a x naught ഡിഗ്രി 1 വരുന്ന ഒരു ഫംഗ്ഷൻ 2a x naught പ്ലസ് ബി ഡെറിവേറ്റീവ് തന്നെയാണ്. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഫോർമുല. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷന് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നു. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ്. ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് സി മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് ബി എക്സ് നോട്ട് പ്ലസ് സി ആണ് വരിക. മൈനസ് ഓഫ് എന്ന് വരുന്നതുകൊണ്ട് ആ നെഗറ്റീവ് എല്ലാ ടേമിലേക്കും നെഗറ്റീവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു. എ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2a എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എ ഇൻറ്റു ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് നോട്ട് പ്ലസ് ബി ഡെൽറ്റ എക്സ് പ്ലസ് സി മൈനസ് എ എക്സ് നോട്ട് സ്ക്വയർ മൈനസ് ബി എക്സ് നോട്ട് മൈനസ് സി പ്ലസ് സി മൈനസ് സി ബി എക്സ് നോട്ട് മൈനസ് ബി എക്സ് നോട്ട് എ എക്സ് നോട്ട് സ്ക്വയർ മൈനസ് എ എക്സ് നോട്ട് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് 2a എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എ ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ബി ഡെൽറ്റ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. Taking delta x as common factor in the numerator, we have 2x naught plus b plus a delta x into delta x divided by delta x. Cancelling delta x, we have delta y by delta x equal to 2ax naught plus b plus a delta x. And as delta x tends to 0, we have delta y by delta x is equal to 2ax naught plus b, or the derivative of f of x equal to ax square plus bx plus c at the point x naught is 2ax naught plus b. അപ്പോൾ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുക. 2ax naught plus b. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 3x square plus 8x at the point x naught equal to minus 2 and at the point x naught equal to 1/2. അപ്പോൾ ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ് തന്നത്. a3 b8 and c is 0. x naught is minus 2 and we have x dash of minus 2, that is 2ax naught plus b. 2 into 3 into minus 2 plus 8. Simplify ചെയ്യുമ്പോൾ minus
12 plus 8, that is minus 4. Second one, a3, b8, c0 and x naught equal to 1 by 2. F dash of 1 by 2 is 2 into 3 into 1 by 2, 2ax naught, plus b is 8 plus 8, that is equal to 3 plus 8 equal to 11 ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട് ബാക്കി 3 റിസൾട്ട്സ് പറയുന്നതാണ്. ax² പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2ax പ്ലസ് ബി ആണ്. അതേപോലെ ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ ബി എക്സ് പ്ലസ് സിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ബി ആണ്. നെക്സ്റ്റ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് എക്സ് ഈക്വൽ ടു സി ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ലീനിയർ ഫംഗ്ഷനാണ്. ലീനിയർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈൻ ആൻഡ് ഡെറിവേറ്റീവ്. ഇത് 3 ഒരേപോലെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവറേജ് വെലോസിറ്റി കിട്ടും. അത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് ലൈൻ ആൻഡ് ഡെറിവേറ്റീവ്. പിന്നെ ലാസ്റ്റ് പഠിച്ചിട്ടുള്ളത് ഈ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂളും അത് യൂസ് ചെയ്തിട്ടുള്ള 3 റിസൾട്ട്സും. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ലീനിയർ ഫംഗ്ഷനും, ലീനിയർ ഫംഗ്ഷൻ്റെ അത് കോൺസ്റ്റൻറ്റും, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്നുള്ള ഈ ഒരു 3 റിസൾട്ട്സ്.